നാഗയുവരാജാവ്. പണ്ടൊരിക്കൽ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു. ഇന്ത്യയുടെ ഒരു നഗരത്തിൽ അവൾ ഒറ്റയ്ക്ക് ജീവിച്ചു വന്നു. ഒരു പാവപ്പെട്ടവൾ. ഒരു ദിവസം അവൾ തുണിയലക്കാനായി നദീതീരത്ത് ചെന്നു. അവളുടെ ഒപ്പം ഒരു പാത്രവുമുണ്ട്, മടങ്ങുമ്പോൾ വീട്ടിലേക്ക് വെള്ളം കൊണ്ടുവരുന്നതിനായിട്ട്. പാത്രത്തിനെ നദീതീരത്ത് വെച്ച് തുണി അലക്കുവാൻ തുടങ്ങി. പക്ഷെ വെള്ളം നിറയ്ക്കുവാൻ മൂടി തുറന്നപ്പോൾ തിളങ്ങുന്ന നിറത്തിൽ ക്രൂരമായ പാമ്പ് അതിലുണ്ടായിരുന്നു. അവൾ വിചാരിച്ചു, ഞാൻ ഈ സർപ്പത്തെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകും. കാരണം എനിക്ക് വളരെയധികം പ്രായമായി, ജീവിക്കാൻ കാശുമില്ല. ഞാൻ മരിക്കുന്നതാ ഭേദം. അവളുടെ വീടെത്തിയപ്പോൾ പാത്രം താഴെ വെച്ച് തുറന്നു. അവൾ അത്ഭുതപ്പെട്ടു. പാമ്പിന് പകരം അത്ഭുതമായ ഒരു സ്വർണമാല ഉണ്ടായിരുന്നു. അതിനെ എടുത്ത് രാജാവിനെ ഏൽപ്പിക്കാനായി കൊട്ടാരത്തിലേക്ക് പെട്ടെന്ന് ചെന്നു. സ്വർണമാലയെ കണ്ട ഉടൻ തന്നെ രാജാവ് വാങ്ങിച്ചു. എന്നിട്ട് തന്റെ രാജ്ഞിക്ക് സമ്മാനമായി നൽകി. ദുഃഖം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു, കാരണം അവൾക്ക് കുട്ടിയുണ്ടായിരുന്നില്ല. ഭംഗിയുള്ള സ്വർണമാല കിട്ടിയതും രാജ്ഞി സന്തോഷിച്ചു. അതിനെ ആഭരണപ്പെട്ടിയിൽ വെച്ച് പൂട്ടി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അവൾക്കതിനെ വീണ്ടും കാണാൻ തോന്നി. അവൾ പെട്ടി തുറന്നതും അത്ഭുതപ്പെട്ടു. അവിടെ ആഭരണമുണ്ടായിരുന്നില്ല, പകരം ഒരു ആൺകുട്ടിയാണ് ഉണ്ടായിരുന്നത്. പട്ടുതുണിയിൽ കിടന്ന് അവളെ നോക്കി സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. ഓ, എന്തൊരു ഭംഗി! ഞാൻ ഒരുപാട് നാളായിട്ട് ഒരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. ഈ കുഞ്ഞ് ഏത് സമ്മാനത്തെക്കാളും എനിക്ക് വിലപ്പെട്ടതാണ്. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോൾ അവനൊരു ചെറുപ്പക്കാരനായി. അവന്റെ സൗന്ദര്യത്തിനെയും ജ്ഞാനത്തിനെയും നാട്ടുകാർ സ്തുതിച്ചു. അവനു വേണ്ടി മാതാപിതാക്കൾ വധുന്വേഷണം തുടങ്ങി. മറ്റൊരു കാര്യം കൂടി തീരുമാനമായി. അടുത്തുള്ള രാജ്യത്തിലെ ഭംഗിയുള്ള യുവറാണിയെ വിവാഹം കഴിക്കണമെന്ന്. പണ്ട് ആഭരണം രാജാവിന് വിറ്റ അമ്മൂമ്മയായിരുന്നു ഇപ്പോൾ അവന്റെ സഹായത്തിനായി ഉണ്ടായിരുന്നത്. അവൾ അവനെ ഒരുപാട് സ്നേഹിച്ചു. അഭിമാനത്തിന്റെ മണ്ടത്തരം കൊണ്ട് അവൾ എല്ലാ സേവകരോടും പറഞ്ഞു അവന്റെ ജനനം ഒരു വിസ്മയമായിരുന്നു എന്ന്. ആ കാര്യം നാട്ടിൽ പാട്ടായി. ഒടുക്കം യുവറാണിയുടെ ശ്രദ്ധയിൽപ്പെട്ടു. വിവാഹം കഴിച്ച ഉടൻ തന്നെ ഇതിനെക്കുറിച്ചുള്ള രഹസ്യം മനസ്സിലാക്കണമെന്ന് ആകാംക്ഷ തോന്നി. യുവരാജൻ സ്നേഹത്തോടെ അവളോട് സംസാരിച്ചു. പക്ഷെ അവളൊന്നും മിണ്ടിയില്ല. അവളുടെ മൗനം തുടർന്നു. യുവരാജൻ സംസാരിക്കാനായി പ്രാർത്ഥിച്ചപ്പോൾ ഒടുക്കം അവൾ പറഞ്ഞു, നിന്റെ ജനനത്തിന്റെ കഥ പറയൂ. അത് കേട്ട ഉടൻ തന്നെ യുവരാജൻ ദുഃഖിതനായി. ഞാനത് പറഞ്ഞാൽ ഈ ചോദ്യം ചോദിച്ചതിന് നീ ദുഃഖിക്കേണ്ടി വരും. കുറെ മാസം അവരുടെ ജീവിതം ഇങ്ങനെ തന്നെ തുടർന്നു. ദുഃഖവും അകൽച്ചയും അറിയാത്ത രഹസ്യം കാരണം ഓരോരോ ദിവസവും കൂടി വന്നു. ഒടുക്കം യുവരാജാവിന് സഹിക്കാനായില്ല. യുവരാണിയോട് പറഞ്ഞു, ഇന്ന് അർദ്ധരാത്രിക്ക് എന്നെക്കുറിച്ചുള്ള രഹസ്യം പറയാം. പക്ഷേ നീ ജീവിതം മുഴുവനും കണ്ണീരൊഴുക്കേണ്ടി വരും. രഹസ്യം അറിയാനുള്ള സന്തോഷത്തിൽ ആ മുന്നറിയിപ്പിനെ അവൾ കാര്യമാക്കിയില്ല. ആ രാത്രി യുവരാജൻ തൻ്റെ കുതിരകളെ അവിടെ കെട്ടിവെച്ചു. അർദ്ധരാത്രിക്ക് മുൻപേ യുവറാണിയോടൊപ്പം നദിയുടെ തീരത്ത് എത്തി. ആ സ്ഥലമെത്തിയപ്പോൾ നിന്നു. വളരെ ദുഃഖത്തോട് അവളെ നോക്കി ചോദിച്ചു, ഇനിയും എന്നെക്കുറിച്ച് നിനക്ക് അറിയണമെന്നുണ്ടോ? അറിയണം. എന്നാൽ പറയാം. ഞാനൊരു മഹാരാജ്യത്തിന്റെ യുവരാജാവായിരുന്നു. ഒരു മാന്ത്രിക സ്ത്രീയുടെ ശാപം കൊണ്ട് സർപ്പമായി തീർന്നു. അവസാനത്തെ വാക്ക് പറഞ്ഞ ഉടൻ തന്നെ അവൻ ആ സ്ഥലത്തിൽ നിന്നും അപ്രത്യക്ഷനായി. ഒരു ശബ്ദം കേട്ടപ്പോൾ നിലാവെളിച്ചത്തിൽ ഒരു പാമ്പ് നദിയിലോട്ട് ചെല്ലുന്നത് കണ്ടു. അവൾ അവനെ തിരിച്ചു വിളിച്ചു. എല്ലാ സ്ഥലത്തിലും അവനെ അന്വേഷിച്ചു. ആ രാത്രി അവനെ കാണാൻ കഴിഞ്ഞില്ല. പിന്നെ ഒരിക്കലും യുവരാജൻ മടങ്ങി വന്നില്ല. രാവിലെ രാജാവും റാണിയും അവളെ കാണുമ്പോൾ തൻ്റെ നീളമുടികൾ വിടർത്തിയിട്ട് കരയുകയായിരുന്നു. പാദങ്ങളിൽ മുറിവുണ്ടായി ചോര ഒഴുകുന്നുണ്ടായിരുന്നു. രാത്രി മുഴുവൻ തൻ്റെ ഭർത്താവിനെ അന്വേഷിച്ച് നടന്നത് കാരണം. അവളുടെ ആവശ്യം ഒന്നു മാത്രമായിരുന്നു, കരിങ്കൽ കൊണ്ട് നദീതീരത്തൊരു അമ്പലം പണിയണം. അവിടെ അവനെ മാത്രം ഓർത്ത് ജീവിക്കണം. കുറെ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും യുവറാണി തൻ്റെ ഭർത്താവിനായി കാത്തിരുന്നു.
ഒരിക്കലും ആ പടികൾ അവൾ കടന്നില്ല. കാവലാളികളെ പോലും തന്നെ കാണാൻ അനുവദിച്ചില്ല. ഒരു ദിവസം രാവിലെ ഉണർന്നപ്പോൾ അടുത്തുണ്ടായിരുന്ന തലയണയിൽ മണ്ണിന്റെ കറയുണ്ടായിരുന്നത് കണ്ടു. കാവലാളികളോട് ചോദിച്ചു, ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും അകത്ത് പ്രവേശിച്ചോ എന്ന്. പക്ഷെ അവർ ആരെയും കണ്ടിരുന്നില്ല. മൂന്നാമത്തെ രാത്രി യുവരാണി ഉണർന്നിരുന്നു നോക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് തന്റെ വിരൽ മുറിച്ചു. ആ വേദന തന്നെ ഉറങ്ങാതെ നോക്കുമെന്ന് വിചാരിച്ചു. അർദ്ധരാത്രിയിൽ അവൾ കണ്ടു, ഒരു പാമ്പ് തെന്നി നീങ്ങി വന്നു. നദിയുടെ മണൽ ഇപ്പോഴും അതിന്റെ പുറത്തുണ്ടായിരുന്നു. അത് കിടക്കയുടെ അടുത്തെത്തി തന്റെ തലയുയർത്തി അവളുടെ അടുത്ത് ചുരുണ്ടിരുന്നു. ആരാണോ നീ? എന്താ നിനക്ക് വേണ്ടത്? ഞാനാണ് യുവരാജൻ, നിന്റെ ഭർത്താവ്. നിന്നെ കാണാനായി വീണ്ടും വന്നതാ. യുവറാണി കരയാൻ തുടങ്ങി. അപ്പോൾ ആ പാമ്പ് താഴെ ഇറങ്ങുന്നത് കണ്ടു. ഞാൻ പറഞ്ഞതല്ലേ, നിന്റെ ജിജ്ഞാസ കാരണം നീ ജീവിതം മുഴുവനും ദുഃഖിക്കുമെന്ന്. ശരിയാണ്, ഞാനതോർത്ത് ഇത്രയും നാളും ദുഃഖിച്ചു. ഞാൻ വല്ലാണ്ട് ഒറ്റപ്പെട്ടു പോയി. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ എനിക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ലേ? അതെ, അതിനൊരു വഴിയേ ഉള്ളൂ. നിനക്ക് പേടിയില്ലെങ്കിൽ നീ കിണ്ണങ്ങളിൽ പാലും തേനും എടുത്ത് ഈ മുറിയുടെ മൂലകളിൽ വയ്ക്കണം. നദിയിൽ നിന്നും എല്ലാ പാമ്പുകളും പുറത്തു വന്ന് അതിനെ കുടിക്കും. ആ പാമ്പ് കൂട്ടങ്ങൾക്ക് നേതാവായിട്ട് ഒരു സർപ്പറാണിയായിരിക്കും. ആ സർപ്പറാണിയുടെ മുന്നിൽ നിന്ന് ചോദിക്കണം, സർപ്പറാണി, സർപ്പറാണി, എൻ്റെ ഭർത്താവിനെ എനിക്ക് തിരിച്ചു ഏൽപ്പിക്കൂ. പക്ഷേ പേടിച്ച് അവളെ നിർത്തിയില്ല എങ്കിൽ എന്നെ എന്നേക്കും അവൾ അടിമയാക്കും. പിന്നെ ഒരിക്കലും എന്നെ നിനക്ക് കാണാനാവില്ല. ആ വാക്കുകൾ പറഞ്ഞ് അവിടെ നിന്നും നദിയിലേക്ക് ചെന്ന് അപ്രത്യക്ഷനായി. അടുത്ത ദിവസം രാത്രി യുവരാണി 4 കിണ്ണങ്ങളിൽ പാലും തേനും എടുത്ത് മുറിയുടെ എല്ലാ മൂലയിലും വെച്ചു. എന്നിട്ട് വാതിലിന്റെ അടുത്ത് കാത്തിരുന്നു. അർദ്ധരാത്രിയിൽ നദിയിൽ നിന്നും മൂളുന്നതും വിങ്ങുന്നതുമായ ശബ്ദങ്ങൾ കേട്ടു. ഇപ്പോൾ ആ സ്ഥലം മുഴുവനും സർപ്പക്കൂട്ടങ്ങൾ കൊണ്ട് നിറഞ്ഞൊഴുകുന്നു. മിന്നുന്ന കണ്ണുകളായി നാക്കുകൾ പുറത്തു കാണിച്ച് യുവറാണിയുടെ മുന്നിലേക്ക് കൂട്ടമായി കയറി വന്നു. ആ സർപ്പക്കൂട്ടങ്ങൾക്ക് നേതാവായി ക്രൂരമായ ഒരു സർപ്പറാണി ഉണ്ടായിരുന്നു. കാവലാളികൾ പേടിച്ച് യുവറാണിയെ തനിച്ചാക്കി ഓടിയപ്പോൾ അവൾ ഒറ്റപ്പെട്ടു. അവൾ പേടിച്ച് വിറച്ചു. എങ്കിലും ഉറച്ചു നിന്നു, ആ സർപ്പറാണി തൻ്റെ അടുത്തു വരുന്നതുവരെ. അവൾ പറഞ്ഞു, നാഗറാണി, ദയവ് ചെയ്ത് എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു തരൂ. പക്ഷേ സർപ്പറാണി അടുത്തു ചെന്നു തൻ്റെ തല കൊണ്ട് യുവറാണിയുടെ മുഖം സ്പർശിക്കുന്നതുവരെ ക്രൂരമായ കണ്ണുകൾ കൊണ്ട് അഗ്നിജ്വാലകൾ ഉണ്ടാക്കി. പക്ഷെ യുവറാണി വാതിലിന്റെ അടുത്ത് തന്നെ നിന്ന് പറഞ്ഞു, നാഗറാണി, ദയവ് ചെയ്ത് എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു തരൂ. അത് കേട്ട് ആ പാമ്പ് പിന്നോട്ട് ചെന്ന് പറഞ്ഞു, നാളെ തന്നെ അവനെ നിനക്ക് തരാം. ആ ശബ്ദം കേട്ടതോടെ യുവറാണി സന്തോഷം കൊണ്ട് ബോധം നഷ്ടപ്പെട്ട് വീണു. രാവിലെ ആയതും യുവറാണി താൻ ഉടുത്തിരുന്ന ഉടുപ്പിനെ കളഞ്ഞ് സുന്ദരമായ ഉടുപ്പിട്ടു. അവൾ അമ്പലത്തിനെ പൂക്കൾ കൊണ്ട് നിറച്ചു. രാത്രിയായതോടെ തോട്ടം മുഴുവനും വിളക്കുകളും പിന്നെ മെഴുകുതിരികളും കത്തിച്ചു. അർദ്ധരാത്രിയിൽ യുവരാജാവ് നദിയിൽ നിന്നും കയറി വന്നു. അവനെ കാണാൻ ഓടിയെത്തി കെട്ടിപ്പിടിച്ച് തങ്ങളുടെ സന്തോഷവും സ്നേഹവും പങ്കുവെച്ചു, മുമ്പൊരിക്കലും ഇല്ലാത്തതുപോലെ.
മുതിർന്ന രാജാവും റാണിയും അതുകൊണ്ട് സന്തോഷിച്ചു പറഞ്ഞു, ആഘോഷങ്ങളും ഉത്സവങ്ങളും തുടങ്ങട്ടെ എന്ന്. പണ്ട് സഹായിക്കാനായി ഉണ്ടായിരുന്ന അമ്മൂമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എങ്കിലും അവരോട് നല്ല സ്നേഹമായിരുന്നു. ആ രാജ്യത്തിനെ യുവരാജനും യുവറാണിയും സ്നേഹവും ജ്ഞാനവും കൊണ്ട് കുറേ കാലം ഭരണം ചെയ്തു. പല്ലില്ലാത്ത ബീസ്റ്റ്. ഈ കഥ പണ്ട് നടന്ന ഒരു കഥയാണ്. അക്കാലത്ത് മനുഷ്യർ നായ്ക്കളെ വിശ്വസിച്ചിരുന്നില്ല. സുരക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് അവയെ വളർത്തിയിരുന്നത്. പിന്നീട് ആ നായ്ക്കൾക്ക് പ്രായമായാൽ പിന്നെ അവയെ കൊണ്ട് പ്രയോജനമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അവയെ കാട്ടിൽ കൊണ്ടുപോയി വിടും. പിന്നീട് അവ തന്നെത്താൻ അവിടെ ജീവിക്കും. ഒരു കർഷകന് ഒരു വിശ്വസ്തനായ നായ ഉണ്ടായിരുന്നു. അതിന്റെ പേര് ലിയനാർഡോ. അതിന് പ്രായം ചെന്ന് പല്ലുകളൊക്കെ കൊഴിഞ്ഞു വീണിരുന്നു. അപ്പോൾ ആ നായയെ കൊണ്ട് അവർക്കൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഒരു ദിവസം ആ കർഷകൻ വീട്ടുവാതിൽക്കൽ നിന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു. എന്താണ് പറഞ്ഞതെന്നോ? നാളെ ലിയാനോടെ കാട്ടിലേക്ക് കൊണ്ടുപോയി വിടാൻ ഞാൻ തീരുമാനിച്ചിരിക്കുക. ഇനി അതിനെ കൊണ്ട് നമുക്ക് യാതൊരു പ്രയോജനവും ഇല്ല. അയാളുടെ ഭാര്യയ്ക്ക് ആ നായയോട് സഹതാപം തോന്നിയിട്ട് ഇങ്ങനെ പറഞ്ഞു. ഇത്രയും വർഷം ഈ നായ നമുക്ക് കാവലിരുന്നതല്ലേ, അതിനെ എവിടെയും കൊണ്ടാക്കണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ പറയുന്നത്? അത് പഴയതുപോലെ ഇല്ല. അതിന്റെ വായിൽ പല്ലുപോലും ഇല്ല. മോഷ്ടാക്കൾ വന്നാ പോലും ആ നായയെ കണ്ട് പേടിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ കൊണ്ടുപോയി വിട്ടേക്കാം. അതൊരു വിശ്വസ്തനായതുകൊണ്ടാണ് ഇത്രയും നാൾ അതിന് ആഹാരം കൊടുത്ത് ഇവിടെ തന്നെ പോറ്റിയത്. പാവം ആ നായ വീട്ടുവാതിൽക്കൽ വെയിലത്ത് കിടന്നുകൊണ്ട് ഇവരുടെ സംഭാഷണം ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. ഈ വീട്ടിലെ അവസാനത്തെ ദിവസം നാളെയാണെന്ന് അത് മനസ്സിലാക്കി. അതിന് ഒരു ചെന്നായ സുഹൃത്തുണ്ടായിരുന്നു. അന്ന് വൈകുന്നേരം ആ ചെന്നായയെ കാണാൻ വേണ്ടി ഇത് കാട്ടിലേക്ക് പോയി. തനിക്ക് സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് അതിനോട് വിശദീകരിച്ചു. ചെന്നായ ഊളിയിട്ടുകൊണ്ട് പറഞ്ഞു, നീ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. ഈ പ്രശ്നത്തിൽ ഞാൻ നിന്നെ സഹായിക്കാം. എനിക്കൊരു ബുദ്ധി തോന്നുന്നു. നാളെ അതിരാവിലെ നിന്റെ മുതലാളി ഭാര്യയോടൊപ്പം മക്കയ്ക്ക് പോവുകയാണ്. അവരുടെ കുട്ടിയെയും അവര് കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ വീട്ടിൽ ആരും തന്നെ കാണില്ല. അവര് ജോലി ചെയ്യുന്ന സമയത്ത് കുട്ടിയെ നോക്കാൻ പറ്റാത്തതുകൊണ്ട് അതിനെ താഴെ കിടത്തിയിരിക്കും. നീയും കുട്ടിയുടെ അടുത്ത് തന്നെ കിടക്കുക. കുട്ടിയെ സംരക്ഷിക്കുന്നത് പോലെ അടുത്ത് കിടക്കണം. പിന്നെ ഞാൻ കാട്ടിൽ നിന്നും വന്ന് ആ കുട്ടിയെ എടുത്തുകൊണ്ട് പോയേക്കാം. നീ വേഗം എന്റെ പിന്നാലെ വന്ന് ആ കുട്ടിയെ സംരക്ഷിക്കുന്നത് പോലെ ചെയ്യണം. അപ്പൊ ഞാൻ ആ കുട്ടിയെ നിനക്ക് തിരിച്ചു തരും. നീ കൊണ്ടുപോയി അച്ഛന്റെ അമ്മയുടെ അടുത്ത് കൊടുക്കണം. നീയാണ് കുട്ടിയെ രക്ഷപ്പെടുത്തിയെന്ന് അവർ കരുതും. അതിനുശേഷം നിന്നെ കൊണ്ടുപോയി വിടുന്ന കാര്യത്തിനെ കുറിച്ച് അവർ ആലോചിക്കില്ല. കാരണം അവർ നിന്നോട് നന്ദിയുള്ളവരായിരിക്കും. നിന്നെ സംരക്ഷിക്കണമെന്ന് അവർക്കൊരു ആലോചനയും വരും. ആ ആശയം നായയ്ക്ക് ഇഷ്ടപ്പെട്ടു. അവർ രണ്ടുപേരും അവരുടെ പദ്ധതി അനുസരിച്ച് മുന്നോട്ടു പോയി. ചെന്നായയെ കണ്ട ഉടനെ അച്ഛൻ നിലവിളിക്കാൻ തുടങ്ങി. കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അതിന്റെ പിന്നാലെ ഓടി. പക്ഷെ ലിയോനാർഡോ പോയി കുഞ്ഞിനെ കൂട്ടിക്കൊണ്ടുവന്നു. അത് കണ്ടപ്പോൾ അയാൾക്ക് വളരെ സന്തോഷമായി. അതിന്റെ തലയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, നിനക്കിനി ഒരു പ്രശ്നവും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എത്ര വർഷം വേണമെങ്കിലും നിനക്ക് ഈ വീട്ടിൽ താമസിക്കാം. അതിനുശേഷം തന്റെ ഭാര്യയോട് പറഞ്ഞു, നീ വേഗം വീട്ടിലേക്ക് പോയിട്ട് ലിയാനാർഡോയ്ക്ക് കടിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ബ്രെഡ് നന്നായിട്ട് നനച്ചു തരിക. അതിനുശേഷം എന്റെ ബെഡിലുള്ള തലയാണ എടുത്തോണ്ട് വാ. ഇനി തൊട്ട് അത് എന്റെ തലയാണയിൽ തന്നെ കിടക്കട്ടെ. അന്നു മുതൽ ലിയോനാർഡോ എങ്ങനെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചോ അതേപോലെ ജീവിച്ചു. അതിനുശേഷം ഒരു ദിവസം ചെന്നായ അതിനെ കാണാൻ വന്നു. നമ്മുടെ രണ്ടുപേരുടെയും പദ്ധതി പ്രകാരം കാര്യങ്ങൾ ശരിയായി നടന്നു എന്നത് പറഞ്ഞു. ഞാൻ നിനക്ക് ഇത്രയും വലിയ സഹായമൊക്കെ ചെയ്തില്ലേ, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഒരു കാര്യം വിട്ടു നൽകണം. എനിക്കൊരു സന്ദർഭം കിട്ടുമ്പോ നിന്റെ മുതലാളിയുടെ ആട്ടിൻകുട്ടിയെ ഞാൻ കടത്തിക്കൊണ്ടു പോകും. അങ്ങനെ പറയാൻ പാടില്ല. എന്റെ ഓണറിന് ഞാൻ എപ്പോഴും വിശ്വാസമുള്ളവനായിരിക്കും. അതുകൊണ്ട് നീ പറയുന്നത് ഒരിക്കലും ഞാൻ അംഗീകരിക്കില്ല. ചെന്നായ വിചാരിച്ചു, നായ തമാശയ്ക്കാണ് അങ്ങനെയൊക്കെ പറയുന്നത് എന്ന്. അതിനുശേഷം ഒരു ദിവസം രാത്രി ശബ്ദമുണ്ടാക്കാതെ ചെന്നായ വന്ന് ആ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ടുപോയി. പക്ഷേ ആ കർഷകനോട് ചെന്നായ ആട്ടിൻകുട്ടിയെ കൊണ്ടുപോകുന്ന കാര്യം ലിയോനാർഡോ പറഞ്ഞിരുന്നു. അയാൾ ചെന്നായയെ പിടിച്ചു. അതിനെ പൊതിരെ തല്ലാൻ തുടങ്ങി. ചെന്നായ ജീവനും കൊണ്ടോടി. അപ്പോൾ കരഞ്ഞുകൊണ്ട് ആ ചെന്നായ പറഞ്ഞു, എന്നെ നീ പറ്റിച്ചിരിക്കുകയാണ്. ഇതിനുത്തരം നീ നൽകിയേ തീരൂ. അടുത്ത ദിവസം രാവിലെ
ചെന്നായ ഒരു കാട്ടുപന്നിയെ നായയുടെ അടുത്തേക്ക് പറഞ്ഞയച്ച് അതിനോട് തന്നെ കാണാൻ വരാൻ പറഞ്ഞു. അവർ തമ്മിലുണ്ടായിരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയാണ് ചെന്നായ അങ്ങനെ ഒരു പദ്ധതി തയ്യാറാക്കിയത്. പക്ഷേ ലിയോണാർഡോയ്ക്ക് ചെന്നായയുടെ സൂത്രം മനസ്സിലായില്ല. ആ കാട്ടുപൂച്ചയ്ക്ക് 3 കാലുകളെ ഉണ്ടായിരുന്നുള്ളൂ. അവ രണ്ടും കൂടി ഒന്നിച്ച് കാട്ടിലേക്ക് പോയി. പക്ഷേ ആ സമയത്ത് പൂച്ചയ്ക്ക് വേദനിക്കുന്നു എന്ന് പറഞ്ഞ് വാൽ മുകളിലേക്ക് ഉയർത്തി. ചെന്നായയും അതിന്റെ കൂട്ടുകാരും മുൻപേ തന്നെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ ശത്രു വരുന്നത് കണ്ടപ്പോൾ ഇവരെ ആക്രമിക്കാനാണ് വാൽ ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്നവർ വിചാരിച്ചു. അതൊരു പൂച്ചയുടെ വാലാണെന്ന് അവർക്ക് മനസ്സിലായില്ല. അതൊരു വാളാണെന്ന് വിചാരിച്ചു. പിന്നീട് ആ പൂച്ച 3 കാലിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ അവരെ ആക്രമിക്കാനായി അത് കുനിഞ്ഞൊരു കല്ലെടുക്കാൻ വേണ്ടി നിൽക്കുകയാണെന്ന് തെറ്റിദ്ധരിച്ചു. അവരെല്ലാവരും പേടിച്ചു വിറച്ചു. കാട്ടുപന്നി ഓടിപ്പോയി കുറ്റിച്ചെടികൾക്കിടയിൽ ഒളിച്ചു. ചെന്നായ ഒരു മരത്തിന് മുകളിൽ കയറിയിരുന്നു. നായയും പൂച്ചയും കൂടി ആ സ്ഥലത്തെത്തി. അവർ വന്നപ്പോൾ അവിടെ ആരെയും കാണാനില്ലായിരുന്നു. ആ കാട്ടുപന്നിക്ക് കുറ്റിച്ചെടികൾക്കുള്ളിൽ പൂർണ്ണമായും ഒളിക്കാൻ സാധിച്ചില്ല. അതിന്റെ ചെവി മാത്രം പുറത്തേക്ക് ഉന്തി നിന്നിരുന്നു. അത് ആ പൂച്ച സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കാട്ടുപന്നി അതിന്റെ ചെവിയാട്ടി. അപ്പോൾ ആ പൂച്ച അതൊരു എലിയാണെന്ന് വിചാരിച്ച് അതിന്റെ മേലേക്ക് എടുത്തു ചാടി കടിച്ചു. കാട്ടുപന്നി ഒച്ചയിട്ടുകൊണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ട് ഓടി. എന്നെ വിടൂ, ആ ചെന്നായി മരത്തിന്റെ മുകളിലാണ് ഉള്ളത്. നായയും പൂച്ചയും മരത്തിലേക്ക് നോക്കിയപ്പോൾ ചെന്നായ മുകളിലിരിക്കുന്നത് കണ്ടു. ഉള്ളിലൊരു ഭയമുണ്ടായിരുന്നെങ്കിലും അവരത് പുറത്തു കാണിച്ചില്ല. പിന്നീട് അവർ വീണ്ടും സുഹൃത്തുക്കളായി മാറി. അങ്ങനെ ആ 3 മൃഗങ്ങളും വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു. ഒരു ദിവസം ലിയോനാർഡോ അന്ത്യശ്വാസം വലിച്ചു. അതുവരെ ആ കർഷകനും അയാളുടെ ഭാര്യയും അതിനെ വളരെ നല്ലവണ്ണം പരിപാലിച്ചു വന്നു. ദി എൻഡ്. ബുദ്ധിമതിയായ കന്യക. പണ്ട് റഷ്യയിൽ 2 സഹോദരന്മാരുണ്ടായിരുന്നു. ഒരാൾ ദിമിത്രി എന്ന ധനികനും മറ്റേയാൾ പാവപ്പെട്ട ഇവാൻ ആയിരുന്നു. ഇരുവരും മാർക്കറ്റിലേക്ക് പോകുകയായിരുന്നു. ധനികൻ ഒരു ആൺകുതിരയിൽ സവാരി ചെയ്തു, സഹോദരൻ ഒരു പെൺകുതിരയിലും. സന്ധ്യയായപ്പോൾ അവരൊരു ഒഴിഞ്ഞ കുടിലിനടുത്ത് നിർത്തി. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് കുതിരകളെ പുറത്തു കെട്ടിയിട്ടു. പിറ്റേന്ന് രാവിലെ പുറത്ത് 3 കുതിരകളെ കണ്ടപ്പോൾ അവർ ഞെട്ടി. കൃത്യമായി പറഞ്ഞാൽ പുതിയ ആൾ ഒരു കുതിരയായിരുന്നില്ല. രാത്രിയിൽ പെൺകുതിര ജന്മം നൽകിയ ഒരു കുതിര കുട്ടിയായിരുന്നു. 2 സഹോദരന്മാരും ആദ്യമായി അതിനെ നോക്കുമ്പോൾ കുതിരക്കുട്ടി ആൺകുതിരയുടെ അരികിൽ നിൽക്കുകയായിരുന്നു. ഇതെനിക്കുള്ളതാണ്, ഇതെന്റെ കുതിരയുടെ കുട്ടിയാണ്. ആരെങ്കിലും ഒരു ആൺകുതിരയ്ക്ക് കുട്ടിയുണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ടോ? ഇതെന്റെ കുതിരയ്ക്ക് ജനിച്ചതാണ്. അല്ല, അത് കുതിരയുടെ അടുത്താണ് നിൽക്കുന്നത്. അതിനാൽ ഇത് കുതിരയുടെ കുട്ടിയാണ്. സഹോദരന്മാർ വഴക്കുണ്ടാക്കാൻ തുടങ്ങി. തുടർന്ന് അവർ ചക്രവർത്തിയുടെ മുമ്പാകെ പോകാൻ തീരുമാനിച്ചു. തർക്കത്തെപ്പറ്റിയെല്ലാം അദ്ദേഹത്തോട് പറഞ്ഞു. തീർച്ചയായും കുതിരക്കുട്ടിയുടെ ഉടമ ആരാണെന്ന് ചക്രവർത്തിക്ക് നന്നായി അറിയാമായിരുന്നു. പാവപ്പെട്ട സഹോദരന് അനുകൂലമായി പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലായിരുന്നു. പെട്ടെന്ന് ഇവാന്റെ കണ്ണിൽ നിർഭാഗ്യകരമായ ഒരു വിറയൽ ഉണ്ടായി. ചക്രവർത്തി ഇതിൽ വളരെയധികം അസ്വസ്ഥനാകുകയും ഇവാന്റെ അനാദരവിന് അയാളെ ശിക്ഷിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കടങ്കഥകൾ അവതരിപ്പിക്കുന്നതും ഉത്തരം കണ്ടെത്താനും അദ്ദേഹം ഇഷ്ടപ്പെടുന്നതിനാൽ അദ്ദേഹം ആക്രോശിച്ചു. നിങ്ങളിൽ ആർക്കാണ് കുതിരക്കുട്ടി ഉണ്ടായിരിക്കേണ്ടത് എന്ന് എനിക്ക് വിധിക്കാൻ കഴിയില്ല. അതിനാൽ ഇനി പറയുന്ന കടങ്കഥകൾ പരിഹരിക്കുന്നത് നിങ്ങളിൽ ആരാണോ അയാൾക്കത് നൽകപ്പെടും. എന്താണ് ലോകത്തിൽ ഏറ്റവും വേഗതയേറിയത്? ഏറ്റവും കൊഴുപ്പുള്ളതെന്ത്? ഏതാണ് ഏറ്റവും മൃദുവായത്? ഏതാണ് ഏറ്റവും വിലപിടിപ്പുള്ളത്? നിങ്ങളുടെ ഉത്തരങ്ങളുമായി ഒരാഴ്ചയ്ക്കുള്ളിൽ കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. അവിടെ നിന്ന് പോയ ഉടനെ ഉത്തരങ്ങൾ കിട്ടാതെ ദിമിത്രിയെ ആശയക്കുഴപ്പത്തിലാക്കി. വീട്ടിലെത്തിയപ്പോൾ ഒരിക്കൽ ഒരു വെള്ളി നാണയം കടം കൊടുത്ത ഒരു സ്ത്രീയെ ഓർത്തു. അത് കുറച്ചു കാലം മുമ്പായിരുന്നു. പലിശയും കൂടിയ ആ അയൽക്കാരി ഇപ്പോൾ 3 നാണയങ്ങൾ തിരിച്ചു തരണം. ബുദ്ധിശാലി എന്ന നിലയിൽ അവർക്ക് പ്രശസ്തി ഉണ്ടായിരുന്നതിനാൽ അവളുടെ കടം റദ്ദാക്കി പകരമായി അവളോട് ഉപദേശം ചോദിക്കാൻ അവൻ തീരുമാനിച്ചു. ഏറ്റവും വേഗതയേറിയത് എന്റെ ഭർത്താവിന്റെ കുതിരയാണ്. ഒന്നിനും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല. ഏറ്റവും തടിച്ചത് പന്നിയാണ്. ഇത്രയും വലിയ മൃഗത്തെ ഇതുവരെ കണ്ടിട്ടില്ല. ഏറ്റവും മൃദുവായത് എന്റെ സ്വന്തം അരയന്നത്തിന്റെ തൂവലുകൾ ഉപയോഗിച്ച് ഞാൻ ഉണ്ടാക്കിയ കിടക്കയാണ്. ഏറ്റവും വിലയേറിയത് ഈ ലോകത്തിലെ എന്റെ അനന്തരവനാണ്. ഭൂമിയിലെ എല്ലാ സ്വർണം കിട്ടിയാലും ഞാൻ അവനെ മാറ്റില്ല. സ്ത്രീയുടെ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് ദിമിത്രിക്ക് സംശയമുണ്ടായിരുന്നു. മറുവശത്ത് അയാൾക്ക് ചക്രവർത്തിയുടെ അടുത്ത് എന്തെങ്കിലും ഉത്തരം പറഞ്ഞേ പറ്റൂ, ഇല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുമെന്ന് അയാൾ ഊഹിച്ചു. ഇതിനിടെ ഇവാൻ മകളോടൊപ്പം താമസിച്ചിരുന്ന കോട്ടേജിലേക്ക് തിരിച്ചുപോയിരുന്നു. 16 വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി പലപ്പോഴും തനിച്ചായിരുന്നു. അതുകൊണ്ട് അവളുടെ പ്രായത്തിൽ കവിഞ്ഞ ചിന്താശേഷിയും ബുദ്ധിയും ആയിരുന്നു. തനിക്കൊരിക്കലും ഉത്തരം കണ്ടെത്താൻ കഴിയില്ലെന്ന് ഇവാൻ അറിയാമായിരുന്നു. പെൺകുട്ടി ഒരു നിമിഷം നിശബ്ദയായിരുന്നു. എന്നിട്ട് ഉറച്ചു പറഞ്ഞു,
ലോകത്തിലെ ഏറ്റവും വേഗമേറിയത് വടക്കൻ കാറ്റാണ്. ചക്രവർത്തിയോട് പറയുക, നമ്മുടെ വയലിലെ മണ്ണാണ് ഏറ്റവും കട്ടിയുള്ളത്. അതിന്റെ വിളകൾ മനുഷ്യർക്കും മൃഗങ്ങൾക്കും ഒരുപോലെ ജീവൻ നൽകുന്നു. മൃദുവായത് ഒരു കുട്ടിയെ ലാളിക്കുന്നതാണ്. ഏറ്റവും വിലയേറിയത് സത്യസന്ധതയാണ്. 2 സഹോദരന്മാരും ചക്രവർത്തിയുടെ അടുത്തേക്ക് പോകേണ്ട ദിവസം. ഉത്തരങ്ങൾ കേൾക്കാൻ ചക്രവർത്തിക്ക് ആകാംക്ഷയുണ്ടായിരുന്നു. പക്ഷെ ദിമിത്രിയുടെ വിഡ്ഢിത്തരങ്ങൾ കേട്ട് അദ്ദേഹം ചിരിച്ചു. എന്നിരുന്നാലും ഇവാൻ സംസാരിക്കാനുള്ള ഊഴമായപ്പോൾ ചക്രവർത്തിയുടെ മുഖത്ത് ഒരു പൂരികം പറന്നു. ഇവാന്റെ ബുദ്ധിപരമായ മറുപടികൾ അവനെ അത്ഭുതപ്പെടുത്തി. പ്രത്യേകിച്ച് അവസാനത്തേത്. ഇവാനുമായുള്ള ഇടപെടലുകളിൽ താൻ സത്യസന്ധമല്ലായിരുന്നുവെന്ന് ചക്രവർത്തിക്ക് നന്നായി അറിയാമായിരുന്നു. പക്ഷേ തന്റെ ഉപദേശകരുടെ മുമ്പിൽ അത് സമ്മതിക്കാൻ കഴിയാതെ അയാൾ ദേഷ്യത്തോടെ ചോദിച്ചു, ആരാണ് നിങ്ങൾക്ക് ഈ ഉത്തരങ്ങളെല്ലാം തന്നത്? ഇത് തന്റെ മകളാണെന്ന് ഇവാൻ ചക്രവർത്തിയോട് പറഞ്ഞു. അപ്പോൾ ചക്രവർത്തി പറഞ്ഞു, ഇത്രയും ബുദ്ധിമതിയും മിടുക്കിയുമായ ഒരു മകൾക്ക് ജന്മം നൽകിയതിന് നിനക്ക് പ്രതിഫലം ലഭിക്കും. നിന്റെ സഹോദരൻ അവകാശപ്പെട്ട കുട്ടിക്കുതിരയും പിന്നെ 100 വെള്ളി നാണയങ്ങളോടൊപ്പം നിനക്ക് സമ്മാനിക്കും. പക്ഷേ 7 ദിവസത്തിനകം നീ എന്റെ മുന്നിൽ വരണം. നിങ്ങളുടെ മകളെ എന്റെ അടുത്ത് കൊണ്ടുവരണം. അവൾ വളരെ മിടുക്കിയായതിനാൽ അവൾ നഗ്നയായോ അല്ലെങ്കിൽ വസ്ത്രം ധരിച്ചോ, അല്ലാതെ കാൽനടയായോ കുതിരപ്പുറത്തോ, അല്ലാതെ സമ്മാനങ്ങൾ കൊണ്ടോ വെറും കൈയോടെയോ അല്ലാതെ എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടണം. അവൾ ഇത് ചെയ്താൽ നിങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കും. ഇല്ലെങ്കിൽ നിന്റെ തല വെട്ടിക്കളയും. ഇവാൻ നിരാശയോടെ വീട്ടിലേക്ക് പോയി. അവന്റെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ സംഭവിച്ചത് മകളോട് പറഞ്ഞപ്പോൾ അവൾ ശാന്തമായി പറഞ്ഞു, നാളെ പോയി ഒരു മുയലിനെയും ഒരു തത്തയെയും പിടിക്കൂ. രണ്ടും ജീവനുള്ളവയാകണം. നിങ്ങളുടെ പക്കൽ കുതിരക്കുട്ടിയും 100 വെള്ളി നാണയങ്ങളും ഉണ്ടാകും. അതെനിക്ക് വിടൂ. മകൾ പറഞ്ഞതുപോലെ ഇവാൻ ചെയ്തു. 2 ജീവികൾ എന്തിനു വേണ്ടിയാണെന്ന് അയാൾക്കറിയില്ലായിരുന്നു. പക്ഷേ അവൻ തന്റെ മകൾ പറഞ്ഞത് വിശ്വസിച്ചു. പറഞ്ഞ ദിവസം കൊട്ടാരത്തിൽ ആളുകൾ തിങ്ങി നിറഞ്ഞിരുന്നു. ഇവാനും മകളും വരുന്നത് കാത്തിരുന്നു. അവസാനം പെൺകുട്ടി പ്രത്യക്ഷപ്പെട്ട് ഒരു മത്സ്യബന്ധന വലയിൽ പൊതിഞ്ഞ് മുയലിന്റെ സവാരി ചെയ്ത് കയ്യിൽ തത്തയെ പിടിച്ചുകൊണ്ട് അവൾ വന്നു. അവൾ നഗ്നയായോ വസ്ത്രം ധരിച്ചോ ആയിരുന്നില്ല. നടന്നോ കുതിരപ്പുറത്തോ അല്ലായിരുന്നു. കോപത്തോടെ ചക്രവർത്തി അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞത് സമ്മാനങ്ങൾ കയ്യിൽ പിടിച്ചോ വെറും കൈയോടെയോ അല്ല. ഈ വാക്കുകൾ കേട്ട് കൊച്ചു പെൺകുട്ടി തത്തയെ നീട്ടി. ചക്രവർത്തി അത് പിടിക്കാൻ കൈ നീട്ടി. പക്ഷി വായുവിലേക്ക് പറന്നു. 3ാമത്തെ വ്യവസ്ഥ പൂർത്തീകരിച്ചു. അത്തരമൊരു പരീക്ഷയിൽ സമർത്ഥമായി വിജയിച്ച പെൺകുട്ടിയെ അഭിനന്ദിക്കാതിരിക്കാൻ ചക്രവർത്തിക്ക് കഴിഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിന്റെ പിതാവ് ദരിദ്രനാണോ? അവന് കുട്ടിക്കുതിരയെ ആവശ്യമുണ്ടോ? ഓ അതെ, നദിക്കരയിൽ പിടിക്കുന്ന മുയലുകളും മരങ്ങളിൽ നിന്ന് പറിക്കുന്ന മത്സ്യം കൊണ്ടാണ് ജീവിക്കുന്നത്. ആഹാ, അപ്പോൾ നീ കാണുന്ന പോലെ മിടുക്കിയല്ല. നദിയിലെ മുയലുകളെക്കുറിച്ചും മരങ്ങളിൽ മീൻ പിടിക്കുന്നതിനെക്കുറിച്ചും ആരും കേട്ടിട്ടില്ല. ആരെങ്കിലും ഒരു ആൺകുതിരയ്ക്ക് കുട്ടിയുണ്ടായെന്ന് കേട്ടിട്ടുണ്ടോ? അതോടെ ചക്രവർത്തിയും കോടതിയും പൊട്ടിച്ചിരിച്ചു. ഇവാന് ഉടൻ തന്നെ തന്റെ 100 വെള്ളി നാണയങ്ങളും കുതിരക്കുട്ടിയെയും നൽകി. ചക്രവർത്തി എന്നിട്ട് പ്രഖ്യാപിച്ചു, എന്റെ രാജ്യത്ത് മാത്രമേ ഇത്രയും ബുദ്ധിയുള്ള ഒരു പെൺകുട്ടി ജനിക്കൂ. അവസാനം തിളങ്ങുന്ന രാജകുമാരി. പണ്ടുകാലത്ത് വളരെ അസുഖം ബാധിച്ച ഒരു രാജാവ് ജീവിച്ചിരുന്നു. അദ്ദേഹത്തെ രക്ഷിക്കാൻ ഒരേ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അത് മുയലിന്റെ മാളത്തിൽ നിന്നുള്ള മണ്ണാണ്. മാളത്തിന് കുറഞ്ഞത് 10 വർഷം പഴക്കമുണ്ടാകണം. പക്ഷെ അങ്ങനെയൊന്ന് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അത് കണ്ടെത്താൻ ഞാൻ ലോകത്തിന്റെ അവസാനം വരെ പോവും. രാജകുമാരൻ മുയലിന്റെ മാളങ്ങൾ കണ്ടെത്താൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അദ്ദേഹം ദീർഘനേരം സഞ്ചരിച്ചു. കുറെ കഴിഞ്ഞ് പെട്ടെന്നൊരു മുയൽ അദ്ദേഹത്തിന്റെ കുറുകെ വന്നു. മുയൽ ഒരു ഗുഹയിൽ പ്രവേശിച്ചു. അതുപോലെ രാജകുമാരനും. ഒരു ദുഷ്ടരാക്ഷസന്റെ ഗുഹ ആയിരുന്നു. ഇല്ല, ഇപ്പോൾ ഇവിടെ ആരാ ഉള്ളത്? ഓ, ഒരു രാജകുമാരനോ? എന്റെ ഗുഹയിൽ പ്രവേശിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യമുണ്ടായി? എനിക്ക് മുയലിന്റെ മാളത്തിൽ നിന്നുള്ള മണ്ണ് വേണം. ദയവ് ചെയ്ത് എന്നെ അതിന് അനുവദിക്കൂ. എന്റെ അച്ഛന്റെ ജീവിതം അതിനെ ആശ്രയിച്ചിരിക്കുന്നു. നിന്നെ വിട്ടയക്കാൻ ഞാനൊരു വിഡ്ഢിയാണോ? നീ എവിടെയും പോകുന്നില്ല. രാക്ഷസൻ രാജകുമാരനെ കൂട്ടിൽ കയറ്റി. എന്നെ വിടൂ, ദയവായി എന്നെ വിടൂ. 2 ദിവസം രാജകുമാരൻ കൂട്ടിൽ കിടന്നു.
പുറത്തു കടക്കാൻ പരമാവധി ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. തന്റെ പ്രിയപ്പെട്ട അച്ഛനെക്കുറിച്ച് ഓർത്ത് അവൻ രോഗിയായി മാറി. 2-ാം ദിവസം രാത്രി പെട്ടെന്ന് കൂട് തുറന്നു. വിചിത്രമായ ഒരു വെളിച്ചത്തിൽ രാജകുമാരൻ പെട്ടെന്ന് ഞെട്ടി. അവനൊരു കന്യകയെ കണ്ടു. ലോകത്തിലെ തിളങ്ങുന്ന ഏറ്റവും സുന്ദരിയായ സ്ത്രീ. കഴിഞ്ഞ ദിവസം നിങ്ങൾ പിന്തുടർന്ന മുഴൽ ഞാനാണ്. ഞാൻ പകൽ മുയലായി മാറുകയും രാത്രിയിൽ രാജകുമാരിയുടെ യഥാർത്ഥ രൂപം വീണ്ടെടുക്കുകയും ചെയ്യുന്ന തരത്തിൽ രാക്ഷസൻ വശീകരിച്ചു. വേഗമാകട്ടെ, രാക്ഷസൻ പുറത്തുനിന്ന് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ പിതാവിന് വേണ്ടി 10 വർഷം പഴക്കമുള്ള മുയലിന്റെ മാളത്തിൽ നിന്ന് ഈ മണ്ണെടുത്ത് കൊണ്ടുപോകൂ. നിങ്ങൾക്ക് ആ പറഞ്ഞത് ഒന്നുകൂടി ആവർത്തിക്കാമോ? രാക്ഷസൻ പുറത്തുപോയി. അയാൾ വരുന്നതിന് മുൻപ് ഞാൻ പോണോ? ഞാൻ പോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഈ മണ്ണ് മുഴുവൻ ഞാൻ കൊണ്ടുപോകണമല്ലേ? അതെ, ഇപ്പൊ പൊക്കോ. നിനക്ക് 10 വയസ്സുണ്ടോ? അതെ. ഒരു മുയലെന്ന നിലയ്ക്ക് നിനക്ക് 10 വയസ്സുണ്ടോ? അതെ. ശരി, നന്ദി. ശരി, തന്നോളൂ, പൊക്കോ, എടുത്തോളൂ, കുറച്ചുകൂടി. പിന്നെ ഞാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണോ? ഇവിടെ താമസിച്ചൊരു മുയലായിരിക്കണോ? കുഴപ്പമില്ല, എനിക്ക് പോകണം തീർച്ചയായിട്ടും. ശരി, നിങ്ങളെ സഹായിക്കാൻ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇപ്പോൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുക. ആദ്യം നിങ്ങളുടെ പിതാവ് സുഖമാകട്ടെ, പിന്നീട് ലോകം മൊത്തം സഞ്ചരിക്കാം. എന്നെ സഹായിക്കാൻ നിങ്ങൾ ഒരു വഴി കണ്ടെത്തും. ഇപ്പോൾ പോകൂ. അവയെല്ലാം വളരെ അവ്യക്തമായ ദിശകളാണ്, പക്ഷേ ഞാനൊരു നല്ല സഞ്ചാരിയാണ്. ശരി, പിന്നെ കാണാം, എവിടെയെങ്കിലും വെച്ച്. ബൈ. രാജകുമാരൻ പറഞ്ഞതുപോലെ ചെയ്തു. അവൻ കൊട്ടാരത്തിൽ പോയി തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിച്ചു. തുടർന്ന് രാജകുമാരി പറഞ്ഞതുപോലെ അവൻ ലോകമെമ്പാടും ചുറ്റാൻ തീരുമാനിച്ചു. അച്ഛാ, ഇപ്പോൾ നിങ്ങൾ സുഖമായിരിക്കുന്നു. എനിക്ക് പാലിക്കേണ്ട ഒരു വാഗ്ദാനമുണ്ട്. അറിയാമോ, ആ മണ്ണ് ഞാൻ നിങ്ങൾക്ക് കഴിക്കാൻ തന്നത് അച്ഛൻ സുഖം പ്രാപിക്കുന്നതിന് മുൻപ് എനിക്കതൊരു മുയലിനടുത്ത് നിന്നാണ് കിട്ടിയത്. പിന്നെ ഏതെങ്കിലും ഒരു മുയലല്ല, ഈ മുയൽ യഥാർത്ഥത്തിലൊരു രാജകുമാരിയായിരുന്നു. മുയലാവാൻ ശാപം കിട്ടിയവൾ. ചിലപ്പോൾ പകല് മാത്രം, എന്തെങ്കിലും ആവട്ടെ. അത് വിട്ടേക്ക്, ഞാൻ പോവാൻ തുടങ്ങുകയാണ്. അങ്ങനെ പോയി ഒരു ലക്ഷ്യവുമില്ലാതെ ലോകം മുഴുവൻ സഞ്ചരിക്കണം, അവളെ കണ്ടെത്തുന്നത് വരെ. പിന്നെ അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനത് അവിടെ നിന്ന് മനസ്സിലാക്കും. ഒരുപാട് സ്നേഹമച്ച, സന്തോഷമായിട്ടിരിക്കും. കുറച്ച് മണ്ണ് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ട്. എൻ്റെ മോനെ, ഞാൻ മനസ്സിലാക്കുന്നു. കൂടുതലോ കുറവോ ആയാലും മണ്ണിനെ നന്ദി. മുയൽ രാജകുമാരി എന്തായാലും എൻ്റെ ജീവൻ രക്ഷിച്ചു. നിനക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെങ്കിൽ പോയിക്കോളൂ. ശരി, അപ്പോ നന്ദി. ഞാനിതൊരു സാധാരണ യുവാവെന്ന രീതിയിൽ തന്നെ ചെയ്യാനാണ് ഇഷ്ടപ്പെടുന്നത്. എന്ത് തൊഴിലാണ് എനിക്ക് ചെയ്യാൻ കഴിയുക എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിന് എത്ര സമയം വേണ്ടിവരുമെന്നും തൊഴിൽപരമായിട്ടുള്ള എന്തെങ്കിലും വിദ്യാഭ്യാസം നേടാനാവുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വളരെ നല്ലത്. എല്ലാ ഭാവുകങ്ങളും മകനെ. അങ്ങനെ രാജകുമാരൻ ഒരു സാധാരണ യുവാവായി കൊട്ടാരം വിട്ടു. അവൻ വളരെ ദൂരം അലഞ്ഞു നടന്നു. ഒരു രാത്രി ഒരു സത്രത്തിൽ വെച്ച് ഒരു മത്സ്യത്തൊഴിലാളിയെ കണ്ടുമുട്ടി. ഹേയ് ചെറുപ്പക്കാരാ, ഇതിനു മുമ്പ് നിങ്ങളെ ഇവിടെ കണ്ടിട്ടില്ലല്ലോ. പുതിയ ആളാണോ? അതെ, ഞാൻ എങ്ങനെ വ്യാപാരം എങ്ങനെ ചെയ്യാൻ പഠിക്കാമെന്ന് നോക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വ്യാപാരം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഒപ്പം വന്നുകൂടാ? നിങ്ങളുടെ ശക്തമായ കൈകൾ എനിക്ക് ഗുണം ചെയ്യും. നിങ്ങളും ഒരു മത്സ്യത്തൊഴിലാളിയാകാൻ ആഗ്രഹിക്കുകയാണല്ലോ? അതെ. അങ്ങനെ രാജകുമാരൻ മത്സ്യത്തൊഴിലാളിയുടെ കൂടെ പോയി മത്സ്യബന്ധനം പഠിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ പണി തീർന്നപ്പോൾ മത്സ്യത്തൊഴിലാളി പറഞ്ഞു, ഈ വല എനിക്കൊരു മാന്ത്രികൻ തന്നതാണ്. ഈ വലയിൽ നിന്ന് ആർക്കും രക്ഷപ്പെടാനാവില്ല. ഇത് നീ കൊണ്ടുപോയിക്കോളൂ. വളരെയധികം നന്ദി. അങ്ങനെ രാജകുമാരൻ അവിടെ നിന്ന് മടങ്ങി. വിശന്നപ്പോൾ അവൻ മീൻ പിടിച്ചു. പണം ആവശ്യമുള്ളപ്പോൾ അവൻ മീൻ വിറ്റു. അവൻ ഒരു പുതിയ രാജ്യത്തിൽ എത്തി. അവിടത്തെ കൊട്ടാരം രാത്രിയിൽ 1000 വിളക്കുകളാൽ തിളങ്ങി. അതുവഴി പോകുന്ന ഒരാളോട് അയാൾ അതിനെപ്പറ്റി ചോദിച്ചു. സുഹൃത്തേ, ഞാനിവിടെ പുതിയ ആളാണ്. എന്നോട് പറയൂ, എന്തിനാണ് ഈ കൊട്ടാരം അലങ്കരിച്ചിരിക്കുന്നത്? എല്ലാ രാത്രിയിലും കൊട്ടാരം അലങ്കരിക്കും. ഒരു അഭിമാനിയായ പിതാവ് എന്ന നിലയിൽ രാജാവ് രാജകുമാരിയുടെ സൗന്ദര്യം ആഘോഷിക്കുന്നു. രാജാവ് തന്റെ മകളേക്കാൾ സുന്ദരിയായ ആരെങ്കിലും ഉണ്ടോ എന്ന് വെല്ലുവിളിക്കുന്നു. അത് ശരി. എന്തിനാണ് സൗന്ദര്യത്തിന് ഇത്രയും പ്രാധാന്യം നൽകുന്നത്? അതൊരു പിതാവിന്റെ അഭിമാനം മാത്രമാണ്. അത് ശരി. രാജകുമാരൻ രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പോയി. അല്ലയോ രാജൻ, തിളങ്ങുന്ന സൂര്യനെ പോലെയുള്ള ഒരു കന്യകയെ എനിക്കറിയാം.
ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ പറഞ്ഞറിയിക്കാനാവാത്ത വിധം സുന്ദരിയാണ്. അവളെ എങ്ങനെ വിവരിക്കണമെന്ന് എനിക്കറിഞ്ഞൂടാ. സൂര്യപ്രകാശം പോലെ. എന്നോട് ക്ഷമിക്കൂ, ഇവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ഇത്രയും വിചാരിച്ചിരുന്നില്ല. രാജൻ, സൂര്യനെ പോലെ തിളക്കമുള്ള ഒരു കന്യകയെക്കുറിച്ച് എനിക്കറിയാം. മീൻപിടുത്തക്കാരാ, നിനക്ക് ഞാൻ ഒരാഴ്ച സമയം തരുന്നു. അവളെ ഇവിടെ കൊണ്ടുവരിക. ആ ശരി, തീർച്ചയായും. അങ്ങനെ രാജകുമാരൻ വീണ്ടും കാട്ടിലേക്ക് പോയി രാക്ഷസന്റെ ഗുഹയിലേക്കുള്ള വഴി കണ്ടെത്തി. അവൻ ഗുഹയിൽ പ്രവേശിച്ചു. അവിടെ ഒരു വലിയ പോരാട്ടം നടത്തി. അവൻ അവനെ തന്റെ വലയിൽ പിടിക്കുകയും രാക്ഷസനെ തടവിലാക്കുകയും ചെയ്തു. രാജകുമാരൻ രാജകുമാരിയെ പിടിച്ച് ഇരുവരും ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി. രാജകുമാരൻ രാജകുമാരിയോട് രാജാവിനെക്കുറിച്ചും മകളെക്കുറിച്ചും എല്ലാം പറഞ്ഞു. ഇപ്പോൾ ഞാൻ നിങ്ങളെ രക്ഷിച്ചു. ഇനി മറ്റൊരു രാജകുമാരിയെ രക്ഷിക്കാനുള്ള ഒരു ദൗത്യത്തിൽ നിങ്ങൾ എന്നെ സഹായിക്കേണ്ടതുണ്ട്. അവളുടെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള അവളുടെ അച്ഛന്റെ പൊങ്ങച്ചം കൊണ്ട് അവൾ മടുത്തിരിക്കുകയാണ്. കൊട്ടാരം മുഴുവൻ അലങ്കരിച്ചിരിക്കുകയാണ്. എന്തു പറയുന്നു? ശരി, എനിക്ക് മനസ്സിലായി. കൊള്ളാം, നമുക്കത് ചെയ്യാം. ശരി, ഈ രാക്ഷസന്റെ മന്ത്രവാദം എന്നേക്കുമായിട്ട് നമുക്ക് എങ്ങനെ തകർക്കാനാകും? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അത് തകർക്കാതെ രക്ഷയില്ല. അത് ചെയ്തേ പറ്റൂ. സ്വർണത്തിന്റെ മൂടൽ മഞ്ഞിലൂടെ നടന്നാൽ അത് തകരും. ഒരു സ്ത്രീയോ അതോ മുയലോ? എനിക്കറിയില്ല. നമുക്ക് രണ്ടും ട്രൈ ചെയ്യേണ്ടി വരും. എത്ര ദൂരമുണ്ട്? അവർ ആ രാജാവിന്റെ രാജ്യത്തിലേക്ക് യാത്രയായി. എന്റെ മകളെക്കാൾ സുന്ദരിയാണെന്ന് നീ പറഞ്ഞ ആ വേലക്കാരി എവിടെ? അല്ലയോ രാജൻ, അവളെ വെളിപ്പെടുത്താൻ എനിക്ക് നിങ്ങളുടെ ട്രഷറിയിൽ നിന്ന് നല്ലൊരു തുക സ്വർണം വേണം. ആ ചെറിയ മൂടൽമഞ്ഞ് കുപ്പികളിലൊന്ന് നിങ്ങളുടെ പക്കലുണ്ടോ? തിളങ്ങുന്ന രാജകുമാരിയെ കാണാൻ രാജാവിന് അത്യധികം ആഗ്രഹമുണ്ടായി. അതിനാൽ അദ്ദേഹം ഉത്തരവിട്ടു. ഇദ്ദേഹത്തിന് ഒരു കുപ്പി സ്വർണ്ണപ്പൊടി കൊണ്ടുവരൂ. സ്വർണ്ണപ്പൊടി മൂടൽമഞ്ഞ് പോലെ ഉയരുന്ന തരത്തിൽ പൈപ്പുകളിലിടണം. അപ്പോഴേ അത് സ്വർണത്തിന്റെ മഞ്ഞു പോലെ പറന്നുയരുകയുള്ളൂ. ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീയെ അങ്ങനെ വേണം അവതരിപ്പിക്കാൻ. അല്ലയോ രാജൻ, ഇയാൾ നമ്മുടെ സമയവും സ്വർണവും പാഴാക്കുകയാണ്. അവൻ നമ്മുടെ സമയം പാഴാക്കുകയാണെങ്കിൽ തക്കതായ വില കൊടുക്കേണ്ടി വരും. അങ്ങനെ സ്വർണപ്പൊടി പൈപ്പുകളിൽ നിറച്ച് ഭടന്മാർ അത് ഊതി. അങ്ങനെ പൊടി കട്ടിയുള്ള സ്വർണ്ണ മൂടൽമഞ്ഞ് പോലെ ഉയർന്നു. അപ്പോൾ രാജകുമാരി എത്തി. അവൾ സ്വർണം മൂടൽ മഞ്ഞിൽ നിന്ന് പുറത്തേക്ക് നടന്നു. അങ്ങനെ അവളുടെ മാസ്മരികത തകർന്ന് കൊട്ടാര സദസ്സ് മുഴുവൻ അവളുടെ അപാരമായ സൗന്ദര്യത്തിൽ മതിമറന്നു. അല്ലയോ സ്ത്രീയെ, നിങ്ങൾ തീർച്ചയായും ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ളവളാണ്. കണ്ടോ അച്ഛാ, ഇനിയെങ്കിലും എന്റെ സൗന്ദര്യത്തെ പറ്റി ഇങ്ങനെ വിളുമ്പാതിരിക്കുക. എന്നോട് ക്ഷമിക്കും മോളെ. രാജകുമാരൻ രാജാവിനോട് എല്ലാം പറഞ്ഞു. രാജകുമാരന്റെ രാജ്യത്തേക്ക് തിരിച്ചു പോകാൻ രാജാവ് അവരെ ഏർപ്പാട് ചെയ്തു. അവിടെ അവർ വിവാഹിതരായി സന്തോഷത്തോടെ ജീവിച്ചു. രാക്ഷസൻ അവരെ പിന്നീട് ഒരിക്കലും ശല്യപ്പെടുത്തിയില്ല. പക്ഷെ അവരും അയാളുടെ ഗുഹയുടെ അടുത്തേക്ക് ഒരിക്കലും പോകാതിരിക്കാൻ ശ്രദ്ധിച്ചു. കഥ അവസാനിച്ചു. സ്വർണ്ണക്കലം. ഒരുപാട് കാലത്തിന് മുന്നിൽ ദൂരമായിരുന്ന ഗ്രാമത്തിൽ 2 കച്ചവടക്കാരുണ്ടായിരുന്നു. പേര് പ്രഭാൻ, ചന്ദ്രൻ. 2 പേരും ഒരേ സാധനങ്ങൾ വിൽക്കുന്നകൊണ്ട് അവർ ആലോചിച്ചു അതൊക്കെ നാട്ടിൽ എങ്ങനെ വിറ്റു തീർക്കും എന്ന്. ഓ ചന്ദ്രൻ, ഞാൻ ഒരു സാധനം തന്നെ ഒരാൾക്ക് എങ്ങനെ വിൽക്കും? നിങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയത് വീണ്ടും എൻ്റെ അടുത്തുനിന്ന് എന്തിനാ വാങ്ങുന്നേ? ഞാനൊന്ന് പറയട്ടെ, എനിക്കൊരു ഐഡിയ തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് 2 ഭാഗത്തേക്ക് പോകാൻ പാടില്ലേ? പ്രഭൻ, നീ നിന്റെയിലുള്ളത് പട്ടണത്തിന്റെ ഒരു വശത്ത് കൊണ്ടുപോയി വിൽക്ക്. ചന്ദ്രൻ മറുവശത്ത് കൊണ്ടുപോയി വിൽക്ക്. നിങ്ങൾ നിങ്ങളുടെ സ്ഥലത്ത് വിറ്റതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ സ്ഥലം മാറ്റിക്കോളൂ. ഇത് നല്ല ഐഡിയ. നിങ്ങളുടെ സഹായത്തിന് നന്ദി. അതുകൊണ്ട് പ്രഭാനും ചന്ദ്രനും വേറെ വേറെ വഴിയിൽ പോകാനായി തീരുമാനിച്ചു. എല്ലാ ആഭരണങ്ങളും എൻ്റെ അടുത്തുണ്ട്. എൻ്റെ അടുത്ത് വരൂ, എല്ലാം വാങ്ങൂ. അദ്ദേഹത്തിന്റെ ബഹളം കേട്ട ഒരു ചെറിയ കുട്ടി അകത്ത് ചെന്ന് അവളുടെ മുത്തശ്ശിയെ വിളിച്ചു. മുത്തശ്ശി, അവിടെ ആരോ മിന്നുന്ന വളകളൊക്കെ വിൽക്കുന്നുണ്ട്. എനിക്ക് വേണം, വാങ്ങിത്തരൂ പ്ലീസ്. അയ്യോ മോളെ, ഞാൻ വാങ്ങി തന്നിട്ടുണ്ടാകും. പക്ഷെ എന്റെ കയ്യിൽ പൈസയേ ഇല്ല. എന്ത് ചെയ്യും പറ? ആ വളകൾ വാങ്ങാനായി നമുക്ക് കലം വിറ്റാലോ? ആ കലമോ? അത് കാണാൻ തന്നെ കറുത്ത് എന്തോ പോലെ ഇല്ലേ?
ആരിതെടുത്ത് വളകൾ തരാനാ മോളെ? മുത്തശ്ശി, ശ്രമിച്ചു നോക്കാം മുത്തശ്ശി, പ്ലീസ്. ശരി, ശ്രമിച്ചു നോക്കാം. പ്രഭാന ചെറിയ കുട്ടിയുടെ വീടിനടുത്ത് വന്നു. ആ, ഇവിടെ തന്നെ, എനിക്കൊരു വള വേണം. പ്രഭാൻ അവളുടെ കീറിയ തുണി കണ്ട് അവളെ ശ്രദ്ധിക്കാതെ പോകാനായി ശ്രമിച്ചു. എന്റെ സമയം വെറുതെ കളയല്ല പെൺകുട്ടി, നിന്നെ കൊണ്ട് ഇത് വാങ്ങാൻ കഴിയില്ല. പക്ഷെ നിങ്ങളതിന്റെ വില ആദ്യം പറയണ്ടേ? ശരി ശരി, എടുത്തോ. ഒരു വളയ്ക്ക് 2 നാണ്യം. അത് തരൂ, നീ വളയെടുത്തോളൂ. ക്ഷമിക്കൂ, ഞങ്ങൾക്ക് തരാൻ ഒരു പൈസയുമില്ല. പക്ഷെ നിങ്ങൾ അകത്ത് വന്ന അതിനുള്ള വേറെ എന്തെങ്കിലും സാധനങ്ങൾ തരാം. ആ ശരി, എങ്കിൽ വേഗമാകട്ടെ. പണം തന്ന ആർക്കാണോ ഇത് വാങ്ങാൻ കഴിയുക അവരുടെ അടുത്തുകൊണ്ട് എനിക്കിത് വിൽക്കണം. നോക്ക്, എന്റെ കയ്യിൽ ഒരു കലം മാത്രമേ ഉള്ളൂ. എന്റെ പേരക്കുട്ടിക്ക് ആ വളയിൽ വേണമെന്ന്. ഇത് എടുത്തോ. ഓ, ഇത് ഇരുണ്ടതാണ്. എന്തുമാത്രം അഴുക്കാ ഇതിന്റെ പുറത്ത്. ഉറിച്ചു നോക്കട്ടെ. ഇത് ചെമ്പായിരിക്കും. പ്രഭാനത് തേച്ചു നോക്കിയതും ആ ചാമ്പലൊക്കെ വീണ് കലം പെട്ടെന്ന് പ്രകാശിച്ച് മിന്നാൻ തുടങ്ങി. ഹാ, എന്താ? സ്വർണ്ണക്കലം. എന്തു പറ്റി? പ്രശ്നമുണ്ടോ? ഇത് നിങ്ങൾ എടുക്കില്ലേ? പ്രഭാൻ അത്യാഗ്രഹിയാണ്. അവൻ വിചാരിച്ചു, ഇത് തനി തങ്കമാണ്. ഇതെന്നെ ഒരു വലിയ പണക്കാരനാക്കും. ഇതിന്റെ വില പറയാതെ അവർക്കിത് ചുമ്മാതെ കൊടുക്കണം, തിരിച്ചു കിട്ടത്തക്ക രീതിയിൽ. ഇത് ഉപയോഗശൂന്യമാണെന്ന് വിചാരിച്ച് അവരിതെനിക്ക് വീണ്ടും തിരിച്ചു തരും വെറുതെ. ആ, ഓ, നിങ്ങളെന്താ ഈ വിലയില്ലാത്തത് എനിക്ക് കൊണ്ടേ തന്നത്? ഇതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഇത് വിൽക്കാനും പറ്റത്തില്ല. എനിക്കിത് വേണ്ട. മോനെ, അങ്ങനെയൊന്നും പറയരുത്. എന്റെ പേരക്കുട്ടിക്ക് സങ്കടമാകും. ഞങ്ങൾ ഒരു വളയല്ലേ ചോദിച്ചുള്ളൂ. ഒരു വളയോ? എന്റെ അടുത്തുള്ള ഒന്നുപോലും ഈ വളയ്ക്ക് വേണ്ടി ഞാൻ കൊടുക്കില്ല. എന്റെ സമയം വെറുതെ പോയി. ഞാൻ പോവുകയാണ്. പ്രഭാൻ അവിടെ നിന്ന് പോയതും ചന്ദ്രൻ കച്ചവടത്തിന് അവിടെ വന്നു. പാചക ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, പാചക ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ. ഏയ് കൊച്ചുകുട്ടി, നിനക്കെന്തെങ്കിലും ആവശ്യമുണ്ടോ? നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങാൻ എനിക്ക് പൈസയില്ല. ഓ, കുഴപ്പമില്ല. നിന്റെ അടുത്ത് എന്താ ഉള്ളത്? വിഷമിക്കണ്ട. ഒരു കാര്യം ചെയ്യാം. നിന്റെ അടുത്ത് എന്താ ഉള്ളതെന്ന് പറയ്. അതിന് പകരമായി ഞാൻ തരാം. മതിയോ? അത് വളയിൽ വേണം, പക്ഷെ ഫ്രീ ആയി വേണ്ട. എന്റെ കയ്യിലൊരു കലമുണ്ട്, അത് നീ നോക്കുന്നോ? ഞാൻ കാണിച്ചു തരാം. ആഹാ, ഉറപ്പായും. എങ്ങനാ ഡീൽ? എനിക്കറിയില്ല അത് നിങ്ങൾക്ക് സഹായമാകുമോ എന്ന്. അത് ഇവിടെയുണ്ട്. ചന്ദ്രന് മനസ്സിലായി ആ കലത്തിന് വില കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷെ അവൻ നല്ലവനും നല്ല മനസ്സുള്ളവനാണ്. അവനെ ചെറിയ കുട്ടിയെ സങ്കടപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അവൻ ആ കലം എടുക്കാനായി സമ്മതിച്ചു. അതിനു പകരം വള കൊടുക്കാനും തീരുമാനിച്ചു. അവൻ കലം വാങ്ങുന്നത് പെൺകുട്ടി വിശ്വസിക്കാനായി അവൻ ആ കലം പരിശോധിക്കുന്ന പോലെ അഭിനയിച്ചു. ശരി, ഞാനിതൊന്ന് ഉരച്ചു നോക്കട്ടെ. എന്താ? ഇത് സ്വർണ്ണവളയാണ്. നോക്ക്, എന്റെ കയ്യിലുള്ളതിലും വിലയുള്ളതാണിത്. നിനക്കിതിനെക്കുറിച്ച് അറിയില്ലേ? എന്നെ കൊണ്ട് ഇത് വാങ്ങാൻ കഴിയില്ല. എന്ത്, അങ്ങനെയാണോ? ഞാൻ വയസ്സായവളാ. എനിക്ക് പൈസ പ്രധാനമല്ല. നിന്നെ കാണാൻ നല്ലവനെ പോലെയുണ്ട്. നീ ഇത് വെച്ചോ, എന്നിട്ട് എന്റെ പേരക്കുട്ടിക്ക് ഒരു വള കൊടുക്ക്. ഒരു വളയോ? ഇത് വെച്ച് നിനക്ക് ഒരുപാട് ആഭരണങ്ങൾ വാങ്ങാൻ കഴിയും. ഒരു നിമിഷം, ഞാൻ എൻ്റെ അടുത്തുള്ള എല്ലാ ആഭരണങ്ങളും സ്ഥലങ്ങളും പണവും എല്ലാം നൽകി ഇത് വാങ്ങാം. മതിയോ? പക്ഷേ ദയവ് ചെയ്ത് എനിക്ക് 2 നാണയം വേണം. ഒന്ന് ഈ നദി കടക്കുന്നതിനും മറ്റത് ഈ സ്വർണ്ണവള വെക്കുന്നതിന് ഒരു പാത്രത്തിനും. ആ വയസ്സായ മുത്തശ്ശി സന്തോഷിച്ചു. ഇപ്പൊ അവരുടെ കയ്യിൽ ഒരുപാട് പാത്രങ്ങളുമുണ്ട്. അവരുടെ പേരക്കുട്ടിക്കിടാൻ ഒരുപാട് ആഭരണങ്ങളുമുണ്ട്.
അവർ സന്തോഷത്തോടെ ചന്ദ്രനെ അയച്ചു. ആ ദിവസം കഴിഞ്ഞു. അത്യാഗ്രഹിയായ പ്രഭാൻ മുത്തശ്ശിയെ പറ്റിക്കാൻ തിരിച്ചു വന്നു, ആ ചെറിയ കുട്ടിയെയും. പക്ഷെ അവൻ അറിഞ്ഞില്ല അവന്റെ അത്യാഗ്രഹം നടക്കില്ല എന്ന്. സ്വർണം, സ്വർണം, ഞാൻ പണക്കാരനാകുകയാണ്. ഇപ്പോൾ അവർക്ക് അതിലുള്ള ആഗ്രഹം പോയിരിക്കുന്നു. അവർ സന്തോഷത്തോടെ എനിക്കത് തരും. ഞാൻ വളരെയധികം ബുദ്ധിയുള്ള ഒരു കച്ചവടക്കാരനാണ്. എനിക്കറിയാമായിരുന്നു എന്നെ കാത്തു നിങ്ങൾ നിൽക്കുമെന്ന്. ശരി, അങ്ങനാണെങ്കിൽ ഞാൻ എൻ്റെ തീരുമാനം മാറ്റാം. നിന്നെപ്പോലെ ഒരു കൊച്ചുകുട്ടി വിഷമിക്കുന്നത് എനിക്ക് കാണാൻ കഴിയില്ല. ഞാൻ നിന്റെ കയ്യിലുള്ള സ്വർണം, നിന്റെ കയ്യിലുള്ള ആഭരണം ഞാൻ വാങ്ങിക്കോളാം. പക്ഷെ എനിക്ക് നിങ്ങളുടെ വള നൽകാൻ കഴിയില്ല. ഞങ്ങൾക്ക് നിന്റെ കയ്യിൽ നിന്ന് ഒന്നും വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ സ്വർണ്ണക്കലം ഒരു നല്ലവനായവന് വിറ്റു. എന്താ? നീ വളരെ ചീത്തയാണ്. ഇപ്പൊ വളരെ വൈകിപ്പോയി. അയാൾ അയാളുടെ കയ്യിലുള്ളത് എല്ലാം കൊണ്ടു തന്നു, അളവ് യന്ത്രവും ഉൾപ്പെടെ. അവൻ ഇപ്പൊ നദിയും കടന്നിട്ടുണ്ടാകും. എന്താ? എന്താ? എന്റെ സ്വർണം! ചന്ദ്രന് ആ കലം കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഇപ്പൊ അവന്റെ ജീവിതം തന്നെ മാറുമെന്ന് പ്രതീക്ഷിച്ചു. പ്രഭാൻ വരാൻ വൈകി. ചന്ദ്രൻ ആ നദി കടന്നു. പ്രഭാൻ ബഹളം വെച്ച് കൈ കാണിച്ച് നിൽക്കാനായി പറയുന്നുണ്ടായിരുന്നു. അവൻ ചന്ദ്രനെ വെറുത്തു, ബഹളം വെച്ചു. ചന്ദ്രൻ ദൂരമായതുകൊണ്ട് അവനെ കേട്ടതേയില്ല. തിരിച്ചു വരൂ, അതെന്റെ സ്വർണമാണ്, എന്റെ സ്വർണം. ഓ, അത് പ്രഭനാണ്. സന്തോഷത്തിൽ ഡാൻസ് ചെയ്യുക, എനിക്ക് ടാറ്റ തരുക. എനിക്ക് കിട്ടിയത് അവന് മനസ്സിലായെന്ന് തോന്നുന്നു. എനിക്ക് വേണ്ടി ഒരുപാട് സന്തോഷത്തോടെ ഇരിക്കുന്നു. ഏയ്, നന്ദി, ഞാൻ സന്തോഷമായിരിക്കുന്നു. വീണ്ടും കാണാം. എന്റെ സ്വർണം! ചന്ദ്രൻ പോയി. പ്രഭ താഴെ ഇരുന്നു കൊണ്ട് സങ്കടപ്പെട്ടു. അവസാനം